ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്കിന്ന് ദാവീദിൻ്റെ ചില സ്വഭാവവിശേഷതകളെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ദാവീദ് രാജാവായിരിക്കുന്ന കാലം ദാവീദിൻ്റെ സ്വന്തം മകൻ അബ്ശാലോം ദാവീദിനോട് മത്സരിച്ച് അവൻ ഹെബ്രോനിൽ രാജാവായതിനു ശേഷം അവൻ 200 പേരുമായിട്ട് അവൻ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയം ദാവീദിന് മനസ്സിലാക്കി അവൻ വരും, ഇവിടെ നശിപ്പിക്കുമെന്നും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ദാവീദും തൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാവരും കൂടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ദാവീദ് പറയുകയാണ്, അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോട് കൂടിയുള്ള സകല ഭൃത്യന്മാരോടും നാം എഴുന്നേറ്റ് ഓടിപ്പോകുക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ പാളിൻ്റെ വായ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവീൻ എന്ന് പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവിനോട് യജമാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യട്ടെ, ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് 10 വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരുമായിട്ട് രാജാവ് മരുഭൂമിയിലേക്ക് യാത്രയായി. അങ്ങനെ രാജാവ് സ്വന്തം മകനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ ചതിവ് കാരണം മരുഭൂമിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മരുഭൂമിയിലായിരിക്കുന്ന കാലത്ത് ചമച്ച ഒരു സങ്കീർത്തനമാണ് 61 സങ്കീർത്തനം. ഒന്ന് നോക്കിക്കേ. സ്വന്തം മകൻ ദാവീദ് രാജാവായിട്ട് സകലരെയും വാണുകൊണ്ടിരിക്കുന്ന സമയം, സമൃദ്ധിയുടെ സമയം, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെ സമയം. എന്നാൽ ആ സമയത്ത് സ്വന്തം മകൻ ചതിച്ച് രാജാവാകുകയും ഒരു ഇരയെപ്പോലെ ദാവീദിനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ഇടുകയും ചെയ്യുന്ന സമയത്ത് ദാവീദ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. എന്നാൽ മരുഭൂമിയിൽ ചെന്നതിന് ശേഷം അവൻ പാടുന്ന ഒരു സങ്കീർത്തനമാണ് 61 സങ്കീർത്തനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 1 മുതലുള്ള 3 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ദാവീദ് ആ സമയത്ത് മരുഭൂമിയിൽ കൂടെ നടക്കുകയാണ്. മരുഭൂമിയുടെ അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അവന് ഒരു വരൾച്ചയുടെ അനുഭവത്തെ അവൻ പറയുകയാണ് അതികാലത്തെ ഒന്നാമതായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം പ്രതികൂലമായിരിക്കുന്ന ആ സന്ദർഭങ്ങളിൽ ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ട് അവന് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ആ വരൾച്ചയുടെ അനുഭവത്തിൽ കൂടെ അവൻ കടന്നു പോയപ്പോൾ അവൻ പറയുകയാണ്, ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. അങ്ങനെ ഒരവസ്ഥയിൽ ഈ ലോകത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണമെന്നോ, കൊട്ടാരത്തിൽ വസിക്കണമെന്നോ, കൊട്ടാരത്തിൻ്റെ സുഖത്തെ ഒന്നും ഓർക്കാതെ ഉണങ്ങി വരണ്ട സ്ഥാനത്ത് വെള്ളം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തെയല്ല ആഗ്രഹിക്കുന്നത്, ദൈവത്തെ ആഗ്രഹിക്കുന്ന, ദൈവത്തോട് സഹിത്വം ആഗ്രഹിക്കുന്ന ദാവീദിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്കിവിടെ 3 മുതലുള്ള വാക്യത്തിൽ 5 വരെയുള്ള വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദാവീദ് വർണ്ണിക്കുന്നതായിട്ട് കാണാം. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അത് എത്ര വലിയതാണെന്ന് ദാവീദ് മനസ്സിലാക്കിക്കൊണ്ട് അത് പറയുന്നതായിട്ട് കാണാം. ദാവീദ് പറയുകയാണ് 3 മുതലുള്ള വാക്യത്തിൽ, നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിൻ്റെ നാമത്തിൽ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്നുകൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ദാവീദിൻ്റെ ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അവൻ രുചിച്ചറിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്ന പോലെ കൊണ്ട്
തൃപ്തി വരുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് സാധിക്കുമോ? കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ, ദുഃഖങ്ങളിൽ കൂടെ പോകുമ്പോൾ, പ്രയാസങ്ങളിൽ കൂടെ പോകുമ്പോൾ, രോഗങ്ങളിൽ കൂടെ പോകുമ്പോൾ, കണ്ണുനീരിൽ കൂടെ പോകുമ്പോൾ നമുക്കിത് പറയുവാനായിട്ട് സാധിക്കുമോ? എൻ്റെ വായ് സന്തോഷമുള്ള ആദരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. അതോ നമ്മുടെ വായിൽ നിന്ന് പിറുപിറുപ്പ്, നിരാശ, ഡിപ്രഷൻ ഇതാണോ പുറപ്പെടുന്നത്? അതോ ദാവീദിനെ പോലെ നമുക്കും പറയുവാനായിട്ട് സാധിക്കുമോ? ദൈവം നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നു. അവൻ ഇന്ന് മരുഭൂമി വാസമാണ്. സ്വന്തം മകനാൽ ത്യജിക്കപ്പെട്ടവനായിട്ട് അവൻ മരുഭൂമിയിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അവന് ദൈവത്തിലുള്ള പ്രത്യാശ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവൻ മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവൻ ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 8 വാക്യത്തിൽ അത് കാണുന്നത്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിൻ്റെ വലം കൈ എന്നെ താങ്ങുന്നു. അവൻ എൻ്റെ പ്രാണന് നീ എനിക്ക് സഹായമായി തീർന്നിരിക്കുന്നുവല്ലോ, നിൻ്റെ ചിറയിൻ കീഴിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. അതേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, സഹായത്തിനായിട്ട് ദൈവത്തോട് ചോദിക്കുന്ന, മൂന്നാമതായിട്ട് ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് ദാവീദിൻ്റെ ദൈവത്തോടുള്ള ദൈവത്തെ ആഗ്രഹിക്കുന്ന ദാവീദിനെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ദൈവത്തോട് നിലവിളിക്കുന്ന ദാവീദിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് 9 മുതൽ. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിൻ്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവർ എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും പോഷ്ക് പറയുന്നവരുടെ വായടഞ്ഞു പോകും. അവനിൽ ദൈവത്തിലുള്ള പ്രത്യാശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനം എത്ര ആനന്ദം നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാംക്ഷിക്കുവാൻ എങ്ങനെ കാംക്ഷിക്കും? ദാവീദ് കാംക്ഷിക്കുന്ന പോലെ ഉണങ്ങിയ നിലം, അല്ലെങ്കിൽ ദാഹിച്ച് വരണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ ദൈവത്തിനായി ദാഹിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ദുഃഖത്തിൻ്റെ വേളയിൽ കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ, കർത്താവിനോട് നിലവിളിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ്? എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും പകലും രാത്രിയും ദൈവത്തോട് നിലവിളിക്കുന്ന ദാവീദിനെ അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലാണോ അതോ നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലാണോ എന്നുള്ളത് പറയുമ്പോൾ പൗലോസിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നുണ്ട്. നമുക്ക് അത് ഇയ്യോബിനെക്കുറിച്ച് നമുക്ക് കാണാം. എൻ്റെ ത്വക്കിങ്ങനെ ദ്രവിച്ച ശേഷം, എങ്ങനെ ഇല്ലാതായ ശേഷം ഞാൻ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും, അന്യനല്ല ഞാൻ തന്നെ ദൈവത്തെ കാണും എന്നുള്ളത് ഇയ്യോബ് പറയുന്നുണ്ട്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അവൻ്റെ അപ്പോസ്തലൻ്റെ ജീവിതത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് അകറ്റുവാൻ അവന് മതിയായതല്ല. അപ്പോസ്തലനായ പൗലോസ് 2 തിമോഥെയോസ് 4 പറയുന്നുണ്ട്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയമച്ചേവർക്കും കൂടെ. ആ പ്രത്യാശ നമ്മൾക്കുണ്ടോ? ദാവീദിനുണ്ടായിരുന്നു, ഇയ്യോബിനുണ്ടായിരുന്നു, അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. നമ്മുടെ ഈ ലോകത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഓട്ടം ദഹിക്കുവാനായിട്ട് നമ്മൾക്ക് ദൈവം വെച്ചിരിക്കുന്ന എന്താണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിൽ കഷ്ടതയോ പ്രയാസമോ ദുഃഖമോ നിന്ദയോ പരിഹാസമോ എന്ത് വന്നാലും നമ്മുടെ കണ്ണ് സ്വർഗത്തിൽ മാത്രം നോക്കിക്കൊണ്ട്, നമ്മുടെ പ്രത്യാശ അവനിൽ മാത്രം നോക്കിക്കൊണ്ട്, അവനെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട്, അവനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.